എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നമസ്കാരം. വെട്ടൻ ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷക്കാലം MLA-യും മന്ത്രിയുമായിരുന്ന വി. അബ്ദുറഹിമാൻ താനൂർ മത്സരിച്ചാൽ തോൽക്കുമെന്നുള്ള ഭയം മൂലം തിരൂരിലേക്ക് പോയി മത്സരിക്കുമ്പോൾ താനൂരിനെ പാകിസ്ഥാനോട് ഉപമിച്ച പ്രസ്താവന താനൂരിലെ ജനങ്ങളെ അപമാനിക്കുകയും ജനങ്ങൾക്കിടയിൽ പരസ്പരം ചേരിതിരിവ് ഉണ്ടാക്കുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മന്ത്രിയുടെ ഈ പ്രസ്താവന BJP, RSS, സംഘപരിവാർ വിഭാഗത്തോട് ചേർന്നു നിൽക്കുന്നതാണെന്ന് UDF ആരോപിച്ചു. മന്ത്രി വി. അബ്ദുറഹിമാന്റെ പ്രസ്താവനക്കെതിരെ മണ്ഡലം UDF കമ്മിറ്റി നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. തിരൂരിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേജ് ഷോ നടത്തുകയും ആ സ്റ്റേജ് ഷോയിൽ വെച്ച് താനൂരിലെ ജനങ്ങളെയും താനൂരിനെയും പാകിസ്ഥാനോട് ഉപമിച്ചുകൊണ്ട് വളരെ ഗൗരവപരമായ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരിക്കുകയാണ്. എന്താണ് ഈ 10 വർഷക്കാലം അദ്ദേഹം MLA-യും മന്ത്രിയുമായിട്ട് താനൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ട് പാകിസ്ഥാനോട് ഉപമിക്കത്തക്ക രീതിയിൽ താനൂരിലെ ജനങ്ങളോട് ജനങ്ങളിൽ നിന്ന് എന്ത് പ്രവർത്തനമാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്? പാകിസ്ഥാനോട് ഉപമിക്കുവാൻ എന്താണ് കാരണം? പാകിസ്ഥാൻ്റെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താനൂരിൽക്കാരായ ആളുകൾ ആരെങ്കിലും ഇവിടെ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇത് പറയാനുള്ള പ്രധാന കാരണം? ഇത് താനൂരിലെ ജനങ്ങളെ പരസ്പരം ചേരിതിരിക്കുവാനും താനൂരിലെ ജനങ്ങളോട് യഥാർത്ഥത്തിൽ നന്ദികേട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും പൊറുക്കപ്പെടാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്. 10 വോട്ടിന് വേണ്ടി തിരൂരിലും ഒരു പരാജയം അദ്ദേഹം മുൻകൂട്ടി കാണുകയാണ്. ആ പരാജയം മുൻകൂട്ടി കാണുമ്പോൾ തിരൂരിലെ സംഘപരിവാർ ശക്തികളെയും RSS ശക്തികളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന. യഥാർത്ഥത്തിൽ ഇത് ഈ പ്രസ്താവന മന്ത്രി വി. അബ്ദുറഹിമാൻ താനൂരിലെ ജനങ്ങളോടെതിരെ പാകിസ്ഥാനോട് ഉപമിക്കത്തക്ക രീതിയിലുള്ള ഈ പ്രസ്താവന BJP, RSSൻ്റെ ഭാഷയാണ്. ഒരേ ഭാഷയാണ് അവരും പറയുന്നത്. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം സ്വാഭാവികമായും താനൂരിൽ അല്ലെങ്കിൽ തിരൂരിൽ മാത്രമല്ല ഉള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പ്രദേശങ്ങളും ഹൈന്ദവ സഹോദരന്മാർ ഭൂരിപക്ഷ പ്രദേശമുണ്ട്, മുസ്ലിം സഹോദരന്മാർ ഭൂരിപക്ഷ പ്രദേശമുണ്ട്. ആ പ്രദേശങ്ങളോടൊക്കെ തന്നെ ഇതേ രീതിയിൽ നിലപാട് ആണോ CPM സ്വീകരിക്കുന്നത്? ഇതിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. ശക്തമായ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN മുത്തുക്കോയത്തങ്ങൾ, D. ജയശങ്കർ, അഡ്വക്കേറ്റ് PP ഹാരിഫ്, MP അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ്, താനൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.